പഴയ ദിലീപേട്ടൻ തിരിച്ചു വന്ന്. പക്ഷെ എല്ലാവരും ഒരു തിരിച്ചുവരവിന്റെ കാലമാണല്ലോ. അതുപോലെ ലാലേട്ടനെ പോലെ ദിലീപേട്ടന്റെ നല്ലൊരു സെലക്ഷൻ ആയിരുന്നു. ജനപ്രിയ നായകൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കിട്ടിയ ടാഗ് ഒരിക്കലും മാറൂല. തീർച്ചയായിട്ടും ദിലീപ് തുടരും. വെൽക്കം ബാക്ക്. മലയാളത്തിന്റെ ജനപ്രിയ നായകന്റെ 150ാം സിനിമ ഫാമിലി കോമഡി ഡ്രാമ മൂവി പ്രിൻസ് ആൻഡ് ഫാമിലി. സിദ്ദിഖ്, ജോണി ആന്റണി, ഡാൻ ശ്രീനിവാസൻ കോംബോയിൽ മലയാളികൾ കാണാൻ ആഗ്രഹിച്ച ഒരു ദിലീപ് കംബാക്ക് സംഭവിക്കുമോ? പ്രിൻസ് ആൻഡ് ഫാമിലി, റൈറ്റർ ഷാരിസ് മുഹമ്മദ്, ഡയറക്ടർ ബിൻഡോ സ്റ്റീഫൻ ആൻഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ലിസ്റ്റിൻ സ്റ്റീഫൻ. അപ്പോൾ എന്തായാലും പ്രിൻസ് ആൻഡ് ഫാമിലി കണ്ടിറങ്ങി ഓടിച്ചോടെ എങ്ങനെ ഉണ്ടായിരുന്നു റിവ്യൂ ചോദിച്ചു നോക്കാം. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടവരാണെങ്കിൽ അഭിപ്രായമൊക്കെ കമൻറ്റ് ചെയ്യുക, വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. നേരെ പ്രിൻസ് റിവ്യൂലേക്ക്. എന്താണ് ഫാമിലി സ്റ്റോറിയാണ്, കോമഡിയാണ്, എല്ലാം കൊണ്ട് ഒരു കംബാക്ക് എന്ന് പറയാൻ കംബാക്ക് എന്ന് പറയാനുണ്ട്. കാരണം പവി ടേക്ക് കെയർ പോലെയൊന്നും അല്ല ഇത്, കുറച്ചും കൂടെ വളരെ ഫാമിലി. ഇപ്പോൾ നിങ്ങൾക്ക് ഇനി അടുത്ത കാണാം, അയാൾ തിരിച്ചു വന്നെന്ന് പറയും പോലെ തന്നെ. കാരണം ഒരു നോർമൽ കഥ അത് തന്നെയാണ്. പക്ഷേ ആ സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസ് ആണ് മെയിൻ ആയിട്ട് കാണിക്കുന്നത്. ക്ലൈമാക്സ് വരെ അത് തന്നെയാണ്. നമ്മളെ പഴയ ദിലീപ് കോമഡികളൊക്കെ പഴയ ദിലീപ് കോമഡി എന്നുള്ളതല്ല ഇത്, ഒരു കോമഡി എന്നുള്ളതല്ല, കൂടുതൽ ഇമോഷൻസിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ഇതാണ്. കാണാൻ ആഗ്രഹിച്ച ഒരു ദിലീപ് സിനിമ പറയാനുണ്ടോ? ഉറപ്പായിട്ടും അതെ. നമ്മളെല്ലാരും ദിലീപേട്ടന്റെ വേറൊരു മുഖമാണ്. എല്ലാരും പഴഞ്ചൻ എന്നല്ലേ പറയാ. പഴയ കോമഡിയാണ്, ഡബിൾ മീനിങ് കോമഡിയാണ്. പക്ഷെ ഇതൊന്നും അല്ല. എല്ലാവർക്കും ഇന്നത്തെ 20s കിഡ്സിലൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ്. കോമഡി ഒന്നും പറഞ്ഞില്ല, ഇറ്റ്സ് വെരി ഫ്രഷ് കോമഡി ആയിട്ട് വെരി എന്റർടൈനിങ് ആണ്. സമയം പോയത് അറിഞ്ഞില്ലോ, എല്ലാവരും ഉറപ്പായിട്ട് കാണണം. പഴയൊരു ദിലീപേട്ടനെ മിസ് ചെയ്തൊരു പെർഫോമറെ കാണാറുണ്ടോ? ദിലീപേട്ടൻ പുതിയതായി അപ്ഡേറ്റഡ് ആയി. എല്ലാവരും പഴഞ്ചൻ എന്ന് പറഞ്ഞ ദിലീപേട്ടൻ അപ്ഡേറ്റഡ് ആയി. അതാണ് തന്നെ പഴയ കോമഡി, പഴയ ക്യാരക്ടർ എന്നല്ല, ദിലീപേട്ടൻ അപ്ഡേറ്റഡ് ആയെന്നാണ് പറയുന്നത്. തുടരും ഏറ്റെടുത്ത പോലെ ഫാമിലിയൊക്കെ ഏറ്റെടുക്കും ഉറപ്പായിട്ടും, ഒരു സംശയമില്ല. ജനപ്രിയ നായകൻ എന്നുള്ള ഒരു ടാഗ്, ജനപ്രിയ നായകൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കിട്ടിയ ടാഗ് ഒരിക്കലും മാറൂല. അത് കിട്ടിയത് തന്നെയാണ്. ഞാൻ നോക്കി നടന്നത് പടം എങ്ങനെയുണ്ട്? പടം എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം എനിക്ക് തോന്നുന്നു മുമ്പത്തെ പടങ്ങളെക്കാട്ടിയും ഇത് കുറച്ചും കൂടെ നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് സിദ്ദിഖ് ആയിരുന്നാലും ബിന്ദു ചേച്ചി ആയിരുന്നാലും പിന്നെ മഞ്ജു ചേച്ചി ഒന്നും ഒരു രക്ഷയില്ല, നന്നായിട്ട് തന്നെ മഞ്ജു പിള്ളയൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അതിൽ ദിലീപേട്ടൻ്റെ വൈഫായിട്ടൊരു ക്യാരക്ടർ ഉണ്ട്. അവര് ഒരു എൻട്രി ഉണ്ട്. അത് എനിക്കൊന്ന് ഇന്റർവെല്ലൊക്കെ അടിപൊളിയായിരുന്നു. ഇന്റർവെൽ സീനും അവരുടെ ഒരു ആക്ടിങ് ഒക്കെ വളരെ മികച്ച രീതി തന്നെയായിരുന്നു. അപ്പൊ ദിലീപേട്ടന്റെ പഴയ സിനിമകൾ കണ്ടെന്ന് വെച്ചാല് പഴയ ദിലീപേട്ടനെ കൊണ്ടുവരാൻ ശ്രമിച്ച് പാളിപ്പോയ കുറെ സിനിമകൾ കണ്ടു കോമഡി വർക്ക് ചെയ്യാൻ. അപ്പൊ ഇതിലോട്ട് വന്നിട്ട് എങ്ങനെ തോന്നി? എനിക്കൊന്ന് അതിനെക്കാട്ടിയും കുറച്ചും നല്ല ഫാർ ബെറ്റർ ആണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. മുമ്പത്തെ സിനിമകളെക്കാട്ടി ഇത് നന്നായിട്ടുണ്ട്. ഒരു ഫാമിലി ഓറിയന്റഡ് സ്റ്റോറിയാണ്. എനിക്കൊന്ന് നന്നായിട്ട് ഫാമിലിക്ക് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. റെസ്പോൺസ് ഒക്കെയാണ് പറയുന്നത്. അത്രയ്ക്ക് തിരിച്ചുവരവാണ്. കാരണം ഈ വർഷം എല്ലാവരും ഒരു തിരിച്ചുവരവിന്റെ കാലമാണല്ലോ. അതുപോലെ ലാലേട്ടനെ പോലെ ദിലീപേട്ടന്റെ നല്ലൊരു സെലക്ഷൻ ആയിരുന്നു. പിന്നെ ഇതീ പറഞ്ഞ ഒരു റെലവെന്റ് ആയിട്ട് ഒരു മെസ്സേജ് പറയുന്നുണ്ട്. അതെന്തായാലും കണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. ആരും ഒന്നും അറിയാതെ പോയി ഇതെടുത്ത് ചാടലെന്നുള്ള രീതിക്കുള്ള ഒരു കാര്യമാണ് പറയുന്നത്. പിന്നെ ദിലീപേട്ടനെ കുറെ നാൾക്ക് ശേഷം ഒരു മൈന്യൂട്ടായിട്ടുള്ള അധികം ഓവറാക്കാതെ ഒരു മീഡിയം ലെവലിൽ ചെയ്ത ഒരു പെർഫോമൻസ് എന്ന് പറയാം. അപ്പൊ ഈ റൈറ്ററിന്റെ മുന്നത്തെ പടങ്ങളിൽ കേട്ടുള്ള കുറെ ക്രിഞ്ച് എലമെന്റ്സ് ഒക്കെ ഉണ്ടെന്നാണ്. അത് അങ്ങനെ എന്തെങ്കിലും തോന്നിയോ? അങ്ങനെ ക്രഞ്ചായിട്ട് വലുതായിട്ട് തോന്നില്ല. ക്രഞ്ചായിട്ട് വന്ന ദിലീപേട്ടൻ അങ്ങ് ആ രീതി സോർട്ട് ഔട്ട് ചെയ്ത് കൊണ്ടുപോയി. കാരണം ക്യാരക്ടേഴ്സ് എല്ലാവരും നല്ലതായിരുന്നു, നായികയും കൊള്ളായിരുന്നു. പിന്നെ യഥാർത്ഥത്തിൽ എന്താ പറയുക, ഒരു മെസ്സേജ് പറയുന്നുണ്ട്. അതാണ് ഈ പടത്തിന്റെ ഹൈലൈറ്റ്. അല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ കയ്യിൽ നിന്ന് പാളി പോകാനും സാധ്യത ഉണ്ടായിരുന്നു. സ്റ്റോറിയൊക്കെ ഫ്രഷ്നെസ് ഉള്ളതാണ്. ആ സ്റ്റോറി അത്യാവശ്യം എന്താ രസകരമായിട്ടുള്ള സ്റ്റോറിയാണ്, കുഴപ്പമില്ല. ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ന്യൂജൻ ഐറ്റമാണ് സാധനം വെച്ചിരിക്കുന്നത്. അതെന്തായാലും വർക്കൗട്ട് ആവും. എന്തായാലും തിരിച്ചുവരവ് തന്നെയാണ്, ഉറപ്പാണ്. ദിലീപേട്ടന്റെ പഴയ പെർഫോമൻസ് എന്നൊക്കെ വെച്ചിട്ട് അതൊരു പുതിയ ദിലീപേട്ടനാണോ 2.0 എന്ന് പറയാൻ പറ്റുന്നത്? വ്യൂ പോയിന്റ് നോക്കിയാൽ ദിലീപേട്ടൻ മാറിയിട്ടില്ല. ദിലീപേട്ടൻ ഇപ്പോഴും അതേപോലെ തന്നെ. പിന്നെ ഏകദേശം പുതിയ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. അത് നല്ല വർക്കൗട്ട് ആയിട്ടുണ്ട്. നല്ല രസമുണ്ട് കണ്ടിരിക്കാൻ. ഒരു ഫാമിലി എന്റർടൈൻമെന്റ് ആണ്. ദിലീപേട്ടന്റെ ഒരുപാട് നാളുകൾക്ക് ശേഷമുള്ള ഒരു തിരിച്ചുവരവലെന്ന് വേണമെങ്കിൽ പറയാം. സ്റ്റോറിയൊക്കെ എങ്ങനെയുണ്ട്? നമ്മുടെ സ്റ്റോറിയൊക്കെ ന്യൂജൻ ആയിട്ടുള്ള ബന്ധപ്പെട്ടായിട്ട്. ഈ റൈറ്ററിന്റെ മുന്നത്തെ സ്റ്റോറിയൊക്കെ ഒരു ഇമോഷണൽ ടച്ച് പിടിച്ചിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ടച്ച് ഉണ്ട്. കോമഡിയാണ് കൂടുതൽ അതിൽ ഇമോഷണൽ ടച്ച് ലാസ്റ്റ് ക്ലൈമാക്സിന്റെ അടുത്ത് എത്തുമ്പോഴത്തേക്ക് അതിൽ കാണിക്കുന്നുണ്ട് ഒരു ഇമോഷണൽ. ദിലീപ് സിനിമ നന്നായിട്ടുണ്ട്. പുള്ളിയുടെ 150ാമത്തെ പടം എന്ന രീതിയില്ല, പുള്ളി പണിയെടുത്തിട്ടുണ്ട്. കാരണം ഇപ്പം ഈ എങ്ങനെയാ എല്ലാവരും പറയണമല്ല, ക്ലീഷ സ്റ്റോറി ആണ് ഒരു ഓക്കെ, നമുക്ക് അതിന് പ്രടിക്കാം. പക്ഷെ സോഷ്യൽ മീഡിയ ലൈഫ് മര്യാദയ്ക്ക് നന്നായിട്ട് കാണിച്ചിട്ടുണ്ട്. കംബാക്ക് ആണ്. പുള്ളി ഒരു കംബാക്ക് തന്നെയാണ്. ബാബ ഉണ്ടല്ലോ, ഇനി അതും കംബാക്കോ? ഓക്കെ, നല്ല കൊള്ളാം. ഫുള്ളൊരു പൊട്ടിച്ചിരിപ്പിക്കുന്ന കോമഡിയാണോ? അല്ല, സെന്റിമെന്റിലും എല്ലാം ഉണ്ട്. ബ്രോ എങ്ങനെയാണ് ടോട്ടലി പടം? പണ്ട് നമ്മൾ ദിലീപിനെ കണ്ടിട്ടില്ലേ, ആ ഒരു ലെവല് തന്നെ. ആ ഒരു എന്ന് വെച്ചാൽ ആക്ഷനായിട്ട് ആ ഒരു ലെവലല്ല,
ഫീൽ ഗുഡ്, നല്ല ഫീൽ ഗുഡ് ആണ്, നല്ല സൂപ്പറാണ്. വേറെ ഒന്നും പറയാനില്ല. പണ്ടത്തെ എങ്ങനെ ദിലീപോ അതേപോലത്തെ ദിലീപാണ് ഈ സിനിമയിൽ. വേറെ ഇതിൽ നെഗറ്റീവ് പറഞ്ഞ ചില നെഗറ്റീവ് ഓളകളുണ്ട്, കുറെ ഓളകൾ. ആ ഓളയുടെ ഇടയിൽ ഒരു കംബാക്ക് ആണ് ദിലീപിന്റെ. ഒന്നും പറയാലോ, നല്ലൊരു കമ്പേക്കാണ്, നല്ലൊരു കമ്പേക്കാണ്. നല്ല സിനിമയാണ്, കോമഡിയാണ്. ആ കോമഡി ഉണ്ട്, എന്നാലും കിടിലം പടം എന്ന് തന്നെ പറയാം. ഒരു ദിലീപ് ഏട്ടന്റെ തിരിച്ചുവരവാണ്. തിരിച്ചു വരവാണ്. ഫാമിലി ആയിട്ട് പോകാനും കൊള്ളാം. ലൈക്ക് ഫസ്റ്റ് ഒക്കെ ചിരിക്കാൻ കുറേ ഉണ്ട്, ലാസ്റ്റ് ഇമോഷണൽ സീൻസ് അങ്ങനത്തെയൊക്കെ. ഫുൾ കോമഡിയാണോ പോകുന്നത് അതോ കോമഡി ഇമോഷണൽ പരിപാടിയാണോ? എല്ലാം ഉണ്ട്, ഇമോഷണലുമാണ്. ഇമോഷണൽ ആണ്. കുറെ നാൾക്ക് ശേഷം കാണാൻ ആഗ്രഹിച്ചൊരു പഴയ ദിലീപേട്ടൻ തിരിച്ചു വന്ന് കുടുംബ പ്രേക്ഷകർക്ക് ഫാമിലി ഇഷ്ടപ്പെടും. നല്ല കഥ എല്ലാം ഉണ്ട്, ചിന്തിക്കാനുണ്ട്. ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയന്റെ ഒരു ഇതാണ് കാണിക്കുന്നത്. ഇമോഷണൽ ആയിട്ടാണോ നിർത്തുന്നത് അതോ ഇമോഷണൽ ആക്കി? ഓക്കെ, ദിലീപ് ഏട്ടനെ കിട്ടിയോ? ഏതാ പുതിയ ദിലീപ്? ദിലീപ് പഴയ ദിലീപ് തന്നെയാണ്. ദിലീപിനെ പഴയ ദിലീപായിട്ട് കിട്ടി. പുതിയ ദിലീപിനെ കുറെ കാബർക്കി പയലുകള് ക്രൂശിക്കുന്നു അദ്ദേഹത്തിന്. അങ്ങനെ ക്രൂശിക്കേണ്ട ഒരു മനുഷ്യനല്ല ദിലീപ്. കാരണം അതൊക്കെ അയാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ആസ് എ ഓഡിയൻ നമ്മളാരും പല സോഷ്യൽ വിഷയങ്ങളുണ്ട്. ഇപ്പോൾ ഈയിടെ അറസ്റ്റ് ചെയ്ത് വേടൻ എന്ന് പറയുന്ന ഒരാൾ, അയാളുടെ നെഗറ്റീവ് എന്തിനാണ് നമ്മൾ എടുക്കുന്നത്? അവരിൽ പോസിറ്റീവ് എടുക്കൂ. കലയിൽ നിന്ന് നമ്മൾ അതാണ് എടുക്കേണ്ടത്, അതിൽ നിന്നുള്ള പോസിറ്റീവ്. അങ്ങനെ ഒരു പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ഒരു സിനിമയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. ഇതെല്ലാവരും തീർച്ചയായിട്ടും ആ പടം പറയുന്നത് പോലെ തന്നെ ഫാമിലി ആയിട്ട് വന്ന് കാണേണ്ട ഒരു സിനിമ. വളരെ ഒരാൾക്ക് ഒരു നെഗറ്റീവ് ഇനി ഈ പറയുന്ന ക്രൂശിക്കാൻ തയ്യാറായി നിൽക്കുന്ന ആൾക്കാർക്ക് പറയാം, അയാളെ ക്രൂശിക്കണം എന്ന് പറയുന്ന ആൾക്കാർക്ക് പറയാം. അല്ലാതെ ഒരു നെഗറ്റീവും പറയാനില്ല. വളരെ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള സോഷ്യലി എങ്ങനെ ഒരു കലാസൃഷ്ടി വേണം, അതിനകത്ത് ഉറപ്പായിട്ട് ഒരു കല കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സോഷ്യലായിട്ട് എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഒരു കലയ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റണം. അത് ഈ സിനിമ 101% തരുന്നു. പെർഫോമറെ കാണാനുണ്ട് തീർച്ചയായിട്ടും. 101% ദിലീപ് എന്ന പെർഫോമർ തന്നെയാണ് ഇതിനകത്തുള്ളത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, കുറെ നാളുകൾക്ക് ശേഷം ഫാമിലി ആയിട്ട് ഹിഡൻ മീനിങ്ങോ ഒന്നുമില്ലാത്ത അടിപൊളിയായിട്ടുള്ള കോമഡി. ദിലീപ് തുടരും. തീർച്ചയായിട്ടും ദിലീപ് തുടരും. കണ്ടിപ്പാ വരും. കാര്യം ഈ പടം കണ്ടപ്പോൾ ദിലീപ് ഏട്ടൻ ഇപ്പോൾ എങ്ങനെ പോയാലും ഒരു 50 വയസ്സിന് മേളിലായിട്ടുണ്ട്. ദിലീപ് ഏട്ടൻ്റെ ഈ ഇത്രയും പ്രായമായിട്ട് ദിലീപ് ഏട്ടൻ്റെ കോമഡി ഭയങ്കരമായിട്ട് വർക്കായിട്ടുണ്ട്. അതിൽ അഭിനയിച്ച സിദ്ദീഖായിരുന്നാലും ബിന്ദു പണിക്കരായിരുന്നാലും അതിൽ അഭിനയിച്ച സഹനടന്മാരായിരുന്നാലും സഹനടിമാരായിരുന്നാലും ഒന്നിനൊന്നിനെ മികവായിരുന്നു. കാര്യം പടം നല്ല കോമഡിയാണ്, നല്ല എന്താ പറയുക, ഇമോഷണൽ, നല്ല രീതിയിൽ ഇമോഷണൽ വന്നിട്ടുണ്ട്. ദിലീപണ്ണ ഈ പ്രായത്തിൽ ദിലീപണ്ണ പടം എന്ന് പറയുമ്പോഴത്തേക്ക് പ്രേമവും കാര്യങ്ങളെല്ലാം ഉണ്ടാവുമല്ലോ. പക്ഷേ ഇത് കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് റൊമാൻസ് ആണ് തോന്നിയത്. കാര്യം പഴയ ദിലീപ്, പഴയ പവി കെയർടേക്കറിലൊക്കെ പവി ടേക്കർ അതൊന്നും ഒന്നുമല്ല. പക്ഷേ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത്, ദിലീപ് ഏട്ടൻ ഇപ്പോഴേ റൊമാൻറ്റിക്കൽ കാണിക്കുന്നത്. ഈ പ്രായത്തിൽ കാണിക്കാൻ ഞാൻ കല്യാണം കഴിയും. എനിക്കത് കണ്ടിട്ട് എനിക്ക് പ്രേമിക്കാണ് തോന്നുന്നത്. ദിലീപ് ഏട്ടനെ പ്രേമിക്കാൻ പിന്നെ എനിക്കത് പ്രേമിച്ചൂടെ? പിന്നെ കുറ്റങ്ങൾ ഓരോരുത്തർക്ക് ആരോപിക്കാം. ഒരാളാണ് ഇപ്പം ബ്രോയിനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പലരും പറഞ്ഞ് പല രീതിയിലും പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെ കണ്ണുകൊണ്ട് കാണണം, എന്നെ കണ്ണുകൊണ്ട് കണ്ടാൽ ഞാൻ കുറ്റമാണെന്ന് ആരോപിക്കാം. നല്ലത് തന്നെയാണ് പറയണം. അപ്പൊ ദിലീപിന്റെ ലാസ്റ്റ് സിനിമകളൊക്കെ പറഞ്ഞ കോമഡി ഒക്കെ ചെയ്ത് ക്രിഞ്ച് കോമഡി എന്നൊക്കെ പറഞ്ഞാണ് വിമർശനം വന്നത്. വിമർശനം പറയണ നെഗറ്റീവുകളെ പോയി അവനൊക്കെ